കൃഷ്ണേന്ദു നമ്മുടെ തലസ്ഥാനത്ത് CJP പാറ്റ പാർട്ടി എന്നൊക്കെ പറയുന്ന CJPയുടെ സമരം വളരെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്താണ് ഇതിൽ നമ്മുടെ ഇന്ത്യൻ സെലിബ്രിറ്റികൾ ഇതിൽ ഉൾപ്പെടാത്തത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായമോ മറ്റൊന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ടെങ്കിലും ഒരു സെലിബ്രിറ്റികളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഉൾക്കൊള്ളലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിലങ്ങനെ കണ്ടത് വളരെ വിരളമാണ്. ഇപ്പോൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൊവിനോ തോമസ് മാത്രമേ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ തമിഴിലാണെങ്കിൽ പ്രകാശ് രാജ്, അങ്ങനെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഇതിലുള്ളൂ അല്ലേ? അതെ, ശരിയാണ്. അതിപ്പോൾ ഈ വിഷയത്തിൽ മാത്രമല്ല, രാജ്യത്തെ എന്ത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നാലും ഭരണകൂടങ്ങൾക്കെതിരെ ഏത് പ്രധാനപ്പെട്ട ശബ്ദം ആരെങ്കിലും ഉയർത്തുന്നുണ്ടെങ്കിൽ തന്നെ ആ സമയത്തും ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവർ എല്ലാ തരത്തിലും മാതൃകയാകേണ്ടവരാണ് അല്ലേ? പക്ഷെ അവരുടെ പ്രതികരണം വളരെ വിരളമായിട്ടെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കൂടാതെ അവർക്ക് ഭരണകൂടത്തിനെതിരെയുള്ള ഒരു സമരം കൂടിയാണ് CJP. സ്വാഭാവികമായിട്ടും ഭരണകൂടത്തെ ഭയക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, ഈ ED ഇപ്പോൾ ആരെങ്കിലും ഭരണകൂടത്തിനെതിരെ ശബ്ദം ഉയർത്തുകയാണെങ്കിൽ ED ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തുന്നൊരു നിലയുണ്ടല്ലോ. ട്രോളായിരുന്നു ഇതിനിടയിൽ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നാളെ ED വീട്ടിൽ വരും. അതെ, അതൊരു ട്രോളായിരുന്നു ഇതിനിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഭയമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും വിഷയങ്ങളിൽ സംസാരിക്കുന്ന സിനിമാ നടന്മാരായിക്കോട്ടെ നടിമാരായിക്കോട്ടെ, ഇവർക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പോൾ സൈബർ അറ്റാക്കുകൾ നടക്കുന്നത് വളരെ പച്ചയായി അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കുറേ ജനങ്ങൾ, അത് ഫേക്ക് ID ആകാം, ചിലപ്പോൾ സ്വന്തം അക്കൗണ്ടിൽ നിന്നൊക്കെ ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ ആ ഭയവും കൂടെ ഇവർക്ക് ഉണ്ടാവാം. തീർച്ചയായും അത് തന്നെ ആയിരിക്കാം. കാരണം എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പ് തന്നെയാണ് വലുത്. തൊഴിലിടങ്ങൾ അവർ തൊഴിൽ ചെയ്യുന്നുണ്ട്, അത് മാത്രം എന്നെ ബാധിക്കുന്നതല്ല ഇതൊന്നും എന്നുള്ളൊരു തോന്നൽ സംബന്ധിച്ച് അവരെന്നല്ല ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ നിലനിൽപ്പ് തന്നെയാണ് അവർക്ക് പ്രധാനം. അപ്പോൾ തീർച്ചയായും ഒരു ഭരണകൂടത്തിനെതിരെ നടക്കുന്ന ഒരു സമരത്തിൽ അവർ പങ്കാളികളാവുകയോ അവരുടെ അഭിപ്രായങ്ങൾ വരികയോ ചെയ്യുന്നത് അവർക്കതൊരു ഡിമെറിറ്റ് ആവുകയോ അല്ലെങ്കിൽ പിന്നീട് അവരുടെ അവസരങ്ങൾ തള്ളപ്പെടുവോ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ അമ്മ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയും പ്രതികരിച്ച സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ് അല്ലേ? സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ വളരെ കുറച്ച്, സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ എന്ന് പറയുന്ന പോലെ പ്രതികരിക്കുന്നവരെ തിരിഞ്ഞടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്ക് പിന്നീട് അവിടെ ഒരു നിലനിൽപ്പ് സാധ്യമാവാത്ത തരത്തിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ശബ്ദം വേണ്ടേ, നിലപാട് വേണ്ടേ? ഈ സെലിബ്രിറ്റികൾക്കും നിലപാട് ആവശ്യമല്ലേ? തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ ആരും അങ്ങനെ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണാൻ നമുക്ക് സാധിക്കുന്നത്. സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോൾ സിനിമാ താരങ്ങളല്ലാതെ ബാക്കി സ്പോർട്സ് അങ്ങനെ പല മേഖലകളിൽ ആരും അങ്ങനെ മുന്നോട്ട് വന്നിട്ടില്ല. ഇതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല, യുവാക്കളും ഈ CJP അനുകൂലിക്കുന്ന ഒരു നിലയുണ്ടായി. യുവാക്കളും ഇതിനു വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കൊടുക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ തന്നെയും ചുരുക്കം ഈ സെലിബ്രിറ്റികൾ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് ടൊവിനോ തോമസ് പ്രതികരിക്കുകയാണ്. അതുപോലെ കുറച്ചു പേർ മാത്രം. ഇപ്പോൾ ഈ അടുത്തൊരു പ്രതികരണം വന്നിട്ടുള്ളത് വിസ്മയ മോഹൻലാലിൻ്റെതാണ്. മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല, പക്ഷെ മകൾ, നടന വിസ്മയം മോഹൻലാൽ പ്രതികരിച്ചില്ല. അതെ, പക്ഷെ മകൾ എന്ന് ഒരു സ്റ്റോറി ഇടുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണോ നടക്കേണ്ടത്? അടിച്ചമർത്തലുകൾ, ശബ്ദമുയർത്തുക എന്നുള്ളവരെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടുള്ളതാണോ, ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് വിസ്മയ മാറിയിട്ടുണ്ട്. അപ്പോഴും നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ആരും തന്നെ വേറെ ആരുമില്ല. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള മുൻനിര നായകന്മാരോ നടന്മാരോ ഒന്നും കേരളത്തിൽ നിന്നും പ്രതികരിച്ചിട്ടില്ല. ടൊവിനോ ആണ് പിന്നെ ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുള്ളത്. ഏറെ വൈകിട്ടാണ്. 20 ദിവസം കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? 22-23 ദിവസത്തിലേക്കൊക്കെ ഈ നിരാഹാര സമരം മാറിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വൈകിയ വേളയിൽ എല്ലായിടത്തുനിന്നും ഒരു പ്രതിഷേധം ഇരമ്പുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും പ്രതിഷേധം നടത്തുകയാണ്. ഈ സമയത്ത് പ്രതികരിക്കാനായിട്ടും കുറച്ച് പേര് തയ്യാറായിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടെ നേരത്തെ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പ്രകാശ് രാജാണ്. പ്രകാശ് രാജ്, കൂടാതെ ഷബാന ആസ്മി,
ഇവരൊക്കെ ആദ്യം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവരൊക്കെ പ്രതിഷേധക്കാരുടെ കൂടെ എന്താണ് ജന്തർ മന്ദറിൽ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത നമ്മുടെ വ്യക്തികളായിരുന്നു. നാട്ടിൽ നിന്ന് രഞ്ജിനി ഹരിദാസ് പ്രധാനപ്പെട്ട ഒരു രഞ്ജിനി അവതാരകയാണ്. രഞ്ജിനി ഹരിദാസും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികരിക്കുന്നുണ്ട്. പ്രകാശ് രാജൊക്കെ കൂടുതൽ വിഷയങ്ങളിലും പങ്കെടുക്കുന്ന അതാണ്. എതിർത്ത് പറയുന്നവർ എന്നും എതിർത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു സേഫ് സോൺ കളിക്കുന്നവർ അത് എപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ സെലിബ്രിറ്റികൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കുറച്ച് നാളുകളായി ശബ്ദമുയർത്തുന്നവർ, അതായത് ഭരണകർത്താക്കൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത കാണാനായിട്ട് പറ്റും. അതിൽ പറയുന്നത് പോലെ ഗോവിന്ദ് പൻസാര, നരേന്ദ്ര തപ്പോദ്കർ, ഗൗരി ലങ്കേഷ് തുടങ്ങിയിട്ടുള്ളവരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം ഈ രീതിയിലേക്ക് ഈ ഒരു ഭയവും കൂടെ ഉണ്ടാകും. തങ്ങളുടെ നിലനിൽപ്പിനെയും ജീവനെയും ഒക്കെ ഇത് ബാധിക്കും എന്നുള്ളൊരു ഭയവും കൂടെ ഇവർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഭയം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നിലനിൽപ്പിന്റെ പ്രശ്നം. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇനി രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ ധ്രുവീകരണത്തിലേക്ക് കടന്നേക്കാവോ എന്ന ഭയം ചില സെലിബ്രിറ്റീസിനെങ്കിലും കാണാനായിട്ട് സാധ്യതയുണ്ട്. ഇത് പറഞ്ഞാൽ തെറ്റായി പോകുമോ എന്ന ഭയവും ചിലർക്ക് ഇത് പറഞ്ഞിട്ട് തെറ്റോ ശരിയോ എന്താകട്ടെ, അവർക്കുള്ള സൈബർ ആക്രമണം അത് വളരെ വലുതാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം സംസാരിക്കുന്നവരാണ് ഈ അനശ്വര രാജനൊക്കെ. അപ്പൊ അനശ്വര രാജനൊക്കെ സംസാരിക്കുന്ന, നിഖില വിമലൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്റെ കമന്റ് സെക്ഷനുകൾ പരിശോധിച്ചാൽ അവരെ അറ്റാക്ക് ചെയ്യാണ് അല്ലെ, വളരെ ക്രൂരമായിട്ട്. എന്താണ് അവർക്ക് വളരെ കുറച്ച് സിനിമ ചെയ്തതിന്റെ അഹങ്കാരം എന്ന രീതി. എന്താണ് ഒരു സിനിമ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഉള്ളിൽ മൂടി വെക്കേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പോൾ അത് ശരിയാണ്, അവർ 2-3 സിനിമ കണ്ടതുകൊണ്ടാണ് അവർ ഇത്രയും ആൾക്കാർ അറിയപ്പെടുന്നത്, അത്രയും ചെയ്തത് കൊണ്ടായിരിക്കാം. എന്ന് വെച്ച് നമ്മുടെ ഉള്ളിലെ അഭിപ്രായങ്ങളും നമ്മുടെ രാഷ്ട്രീയങ്ങളും മൂടി വെക്കേണ്ട ഒരു ആവശ്യകതയില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ യുവാക്കളൊക്കെ തന്നെയും കുറേ പേർ നമ്മുടെ ഈ സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലേ. സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പരിശോധിക്കുമ്പോൾ സെലിബ്രിറ്റീസ് ചെയ്യുന്നതിനെ അപ്പാടെ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം തന്നെ ജനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് പ്രതികരിക്കുമ്പോൾ അവരുടെ കൂടെ ഈ ഫോളോവേഴ്സും കൂടെ ഇറങ്ങി ചെല്ലുമല്ലേ. വലിയ രീതിയിലൊരു മാറ്റം വരാനായിട്ട് അതിന് തീർച്ചയായും അവരുടെ പ്രവർത്തികൾ ഏറെ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ രീതിയിൽ പോലും പല സെലിബ്രിറ്റീസും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഭരണകൂടത്തിനെതിരെ പറയാനുള്ള അവരുടെ ഭയവും എല്ലാം കൂടെ ആയിരിക്കാം. അതെ. അതുപോലെ ജ്യോതിക, നമുക്കറിയാം സോനം വാങ്ചുക്കിന്റെ സമരം ഉൾപ്പെടെ, നിരാഹാര സമരം ഉൾപ്പെടെ അറിയാം. സോനം വാങ്ചുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ് 3 Idiots അല്ലേ. അതിലെ സിനിമയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പോലും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നില കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെയും ഒരുപാട് കമൻസുകൾ എതിരെയാണ് പറയുന്നത്. എങ്ങനെ നമുക്കൊരു ലോജിക്കലി അത് ചിന്തിക്കാൻ കൂടി വയ്യാത്ത കുറേ കാര്യങ്ങളാണ് കമൻറ്റ് സെക്ഷനിൽ വരുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഒരു പറ്റം, അല്ലെങ്കിൽ ആളുകളുടെ സൈബർ പോരാളികളുടെ അവരുടെ ഒരു അൽഗോരിതമോ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ കൂടി വന്നിട്ടുണ്ട്. അതുപോലെ ചില സെലിബ്രിറ്റികൾ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ മാത്രം പ്രതികരിക്കുക, സെലക്റ്റീവായി പ്രതികരിക്കുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയമൊക്കെ ആയിരിക്കാം താല്പര്യം, പക്ഷെ നമ്മളിവിടെ കാണേണ്ടത് ഇത്രയും രാജ്യത്തെ ഇളക്കിമറിക്കുന്ന പ്രശ്നമുണ്ടായിട്ടും മുഖ്യധാരയിലുള്ള സെലിബ്രിറ്റീസ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? ഇത് ശരിക്കും മുന്നോട്ട് വരേണ്ട ഒരു കാര്യം, കാരണം ഇതൊരു തലമുറയുടെ പ്രശ്നം കൂടിയാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നാളെയുടെ വലിയ പ്രതീക്ഷയാണ്, നാളെയുടെ ഭാവിയാണ്. അപ്പോൾ തീർച്ചയായും ഇതിന് മുന്നോട്ട് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ഭയമാണ് ഉണ്ടാവുക അല്ലേ. ED ഉൾപ്പെടെയുള്ള NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി ബന്ധപ്പെട്ട് ഇനി തങ്ങളെ തേടി വരുമോ എന്നുള്ള ഭയമൊക്കെ കൊണ്ട് പല സെലിബ്രിറ്റീസും പ്രതികരിക്കാതെ പോകുന്നത് പക്ഷെ നമ്മുടെ ഭാവിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞു വെക്കാനായി സാധിക്കും.